നമുക്കറിയാം ശബരിമലയിൽ എത്ര കോടാനുകോടിയാണ് ഓരോ വർഷവും വിശ്വാസികൾ കൊണ്ടുവരുന്നത്, അവിടേക്ക് സംഭാവനയായി കാണിക്കയായി നൽകുന്നത്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പരമപ്രധാനമായ സംഗതിയാണ്. എൻ്റെ അടയാളമുള്ള ഒരു അല്ലെങ്കിൽ എൻ്റെ കൂടി പങ്കാളിത്തമുള്ള ഒരു കവാടമാണായിരിക്കുന്നത് എന്ന് ഒരു വിശ്വാസിക്ക് തോന്നിയാൽ അത് ഒരു കച്ചവട സാധ്യതയായാണ് ഒരുപക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പോലെയുള്ളവർ കണ്ടിട്ടുള്ളതെങ്കിലോ തെളിയേണ്ടതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലോ എന്തായാലും അവിടെ പിരിവ് നടന്നിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് മറ്റൊന്ന്, ഈ അയ്യപ്പനോട് ഇത്രയും ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ദ്വാരപാലകരെ തന്നെ എൻ്റെ വീട്ടിലേക്കോ എൻ്റെ പരിസരത്തേക്കോ എത്തിക്കുന്നു, എനിക്ക് അവരെ തൊഴുത് പ്രാർത്ഥിക്കാനുള്ള ഒരവസരം കിട്ടുന്നു, അതിന് ഞാൻ എന്തും മുടക്കാൻ തയ്യാറാണ് എന്ന് കരുതിയിരിക്കുന്നവർ എത്രയോ പേരുണ്ട്. അപ്പോൾ അങ്ങനെ പണം മുടക്കിയിട്ടുള്ളവരുണ്ടാവാം. ഇതെല്ലാം അങ്ങനെ ഒരു ധനസമ്പാദനത്തിനുള്ള മാർഗമായി. ഇതൊക്കെ തന്നെയാണല്ലോ ഈ അമ്പലം വിഴുങ്ങികൾ എന്ന് ഇത്തരത്തിൽ പലരെയും വിളിക്കുന്നതിന് കാരണം എന്താണ്? അവിടെ വരുന്ന കാണിക്കയിൽ വരുന്ന പൈസ വാരിക്കൊണ്ട് പോയിട്ടല്ല. എല്ലാവരും നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു സാമാന്യ യുക്തിയിൽ ഒരു സാധാരണ ചിന്തയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇതിൽ ഈ അമ്പലത്തിൽ നിന്നുള്ള പണം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ആ പണം കൈയിട്ട് വരുന്നതാണെന്ന് കരുതാം, അല്ലെങ്കിൽ അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റുന്നതാണെന്ന് കരുതാം. ആ മട്ടിലൊക്കെ മാത്രമേ അതിനെ കണക്കാക്കുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ അതല്ല. അതിനപ്പുറത്ത് വലിയ വ്യാപ്തിയുള്ള തട്ടിപ്പ് ഈ ശബരിമല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഇവർ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നിപ്പോൾ കണ്ട ഒരു കാര്യം, ഒരു ഗൂർഖ വാഹനം, ആ വാഹനം ഇവിടെ ഇപ്പോൾ ഭീമ ജ്വല്ലറിക്ക് നേരിട്ട് ശബരിമലയ്ക്ക് സമർപ്പിക്കാൻ കഴിയാത്തതല്ലല്ലോ. പക്ഷേ അവിടെ നിന്ന് അത് സംഘടിപ്പിച്ച് ഒരു ഫോട്ടോയ്ക്ക് ഉള്ള ഒരു സാധ്യത കൂടിയാക്കി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അത് പ്രയോജനപ്പെടുത്തുന്നു. ആ ഒരൊറ്റ ഗൂർഖയുടെ പേരിൽ അദ്ദേഹം ADGP-യുടെ ഒപ്പം ഫോട്ടോ എടുത്തു, DGP-യുടെ കൂടെ ഫോട്ടോ എടുത്തു, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ എടുത്തു. ഇങ്ങനെ പല വ്യത്യസ്തങ്ങളായുള്ള ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഗൂർഖ സമ്മാനിച്ചുകൊണ്ട് നേടി. ഇതുപോലുള്ള ചെറിയ കൈകൾ പ്രയോഗിച്ചുകൊണ്ടാണ് സോണിയാഗാന്ധിക്കൊപ്പം അദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. ഇപ്പോൾ അടൂർ പ്രകാശിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. ഇതെല്ലാം അദ്ദേഹം സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ പൊടിക്കൈകളും തട്ടിപ്പുകളും നടത്തിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത പണമല്ല എന്ന് നമ്മൾ കൃത്യമായി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഈ പണം എന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പിരിച്ചെടുത്തുണ്ടാക്കിയ പണം തന്നെയാണ്. ആ പണത്തിൽ എത്ര ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൊണ്ടുപോയി എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഒരു കണക്കില്ലാത്ത പണമാണല്ലോ, ഒരു കണക്കുമില്ലാത്ത പണം. ആ പണം എങ്ങനെയാണ് വിനിയോഗിക്കപ്പെട്ടത്, ഈ കണക്കില്ലാത്ത പണം ആരാണ് കൊണ്ടുപോയത് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക?